ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ മോരിയാലെ ചിലവിൻ്റെ അന്ന് ഞങ്ങളിവിടെ ബിരിയാണിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചാനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി തൊളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇളച്ചിയാണ് ഉള്ളി തൊളിച്ചണതേ. അപ്പോൾ കുറേയൊക്കെ കജാനയക്കണ്. അതിക്കും വേണ്ടി വെളുത്തുള്ളിയും ചെറുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിച്ച് വെച്ചിക്കണ്. വെല്ലുള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിക്കണ്. പിന്നെ വീതനമൊക്കെ ഒന്നും ആരും നോക്കണ്ട കേട്ടോ. ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ വീതൻ്റെ കാര്യമൊന്നും പറയും വേണ്ട. അപ്പോൾ ഇതാ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിക്കണ്. അപ്പോൾ ഞാനും ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടി അരിയണം പൊടിച്ചണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ അരിയലും പൊടിച്ചലൊക്കെ കഴിഞ്ഞും ചെയ്തിക്കണ്. അപ്പോൾ അങ്ങനെ അമ്മ ഇവിടെ തിരിച്ചു കൂട്ടണുണ്ട് അരിക്ക് വെള്ളം വെക്കാൻ വേണ്ടിങ്ങാണ്ടേ. ഇന്ന് ഉമ്മയാണ് ബിരിയാണി വെക്കണത്. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി ഒന്ന് നമുക്ക് ഇതിലാണ് കാണിച്ചാന്ന് കരുതിങ്ങാണ്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാ കോഴി കെഗ്ഗി വെച്ചിക്കണം കേട്ടോ. കോഴി ഞാൻ തന്നെയാണ് കെഗ്ഗിയത്. വൈകുന്നേരം ആകാൻ നേരത്താണ് കേട്ടോ ചോറ് വെക്കൽ തുടങ്ങിയത്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിക്കണ്. അപ്പോൾ ചോറ്റിന് വേണ്ടി വെള്ളം വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 2-3 നേരം ഉസ്താവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഉച്ചക്കത്തെയൊക്കെ കഴിഞ്ഞു. ഞണ്ടിക്കൊക്കെ ഇല്ല ചോറാണ് കേട്ടത് വെക്കണത്. അങ്ങനെ ദാ വെള്ളമൊക്കെ തള്ളാണ്ട് അരി ഇട്ടുകണ് കേട്ടോ. ഇനി അതെല്ലാം അടച്ച് വെച്ചിങ്ങാണ്ട് ബാക്കിയുള്ള വീതനൊക്കെ പരന്നതൊക്കെയാണ് ശരിയാക്കി ഇട്ടുകണ്. ഇനി എല്ലാ വീതനെയൊക്കെ ഒന്നും കൂടിയാണ് തുടച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളച്ചി ഇവിടെ ഉള്ളി പൊരിച്ചെടുക്കാനുള്ള പരിപാടി കൂടെ വെക്കണ്. അപ്പോൾ എണ്ണയൊക്കെ പാർന്നുകാണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിക്കണേക്കേ. അങ്ങനെയൊക്കെ കഴിഞ്ഞുകാണ്ട് ഇവിടെ ബിരിയാണി മസാല കൂട്ടൽ തുടങ്ങിക്കണ്. അപ്പോൾ ഉമ്മ അയക്കുള്ള നാരങ്ങൊക്കെ പിജ്ജാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ചെറുത്തുനിന്ന് പോയതാണ്. അപ്പോൾ കോഴി ബിരിയാണിയാണല്ലേ നമ്മൾ വെക്കണത്. അയക്കുള്ളത് എല്ലാവർക്കും ബിരിയാണിക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ഇട്ടുകാണ്ട് ആണ് കുഴക്കാൻ നിൽക്കുകയാണ് ഞിമ്മ. എങ്ങനെയാണ് നമ്മൾ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയത് എന്നുള്ളൊരു പൊടുത്തമല്ല. ഇപ്പോൾ ഇതിൽ കുറച്ചെങ്കിലും ഉണ്ട് വീഡിയോ. ഒന്നാമത് സങ്കടം, ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഞങ്ങളെല്ലാവരും പോയിനേ. നമ്മൾ ലൈലത്താത്ത പോയ ലൈബിക്ക് തന്നെ പോയതൊക്കെ. അപ്പോൾ ഞാൻ പോണതും വരുന്നതും എടുക്കണതൊക്കെ വീഡിയോ എടുത്തീനു. അപ്പോഴാണ് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കിങ്ങാണ്ടൊന്ന് വീഡിയോ ഇടാൻ വേണ്ടിങ്ങാണ്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ വീഡിയോ കാണാനല്ല. അപ്പോൾ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കാരണം എന്താ അറിയോ, നമ്മൾ അത്രയും കഥയിട്ടുങ്ങാണ്ടാണല്ലോ വീഡിയോ എടുക്കണത്. കാരണം ഒരു മനുഷ്യന്മാർ കാണുന്ന മടിയൊക്കെ ഉണ്ടേ. നമ്മളൊന്നും ഇപ്പോൾ മാത്രം വലിയ യൂട്യൂബറൊന്നല്ലല്ലോ. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അതാണെന്ന് പറയാനായിട്ടില്ലേനും. അപ്പോൾ ഒക്കെ പാടായിട്ട് ഇങ്ങോട്ട് മനസ്സൊക്കെ ഇതിട്ടുകാണ്ട് വീഡിയോ എടുത്ത് കൊടുന്നതേനു. പക്ഷെ അതൊന്നും പിന്നെ കാണാല്ലാതായി. എങ്ങനെ ഡിലീറ്റ് ആയി പോയതെന്നൊന്നും ഒരന്തമല്ല. കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തിട്ട് അത് ഡിലീറ്റ് ആയി പോയാൽ പിന്നെ ഇല്ല സങ്കടം പറയാനുണ്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പറയണതേ. വല്ലാത്തൊരു ഗതികേടും സങ്കടമായി പോയി അത്. അപ്പം അങ്ങനെ പറയണീൻ്റെ അടിയിൽ ഉള്ളി പൊരിച്ചലൊക്കെ ഇവിടെ കഴിഞ്ഞിക്കണ്. അപ്പോൾ നമ്മൾ മസാല ഇതാട്ടോ കുഴച്ച് നല്ല റെഡിയാക്കിങ്ങാണ്ട് അമർത്തി വെച്ചിക്കണ്. ഇനി നമുക്ക് അതിക്കായി ചോറ് ഇട്ടുകാണ്ട് അമർത്തിങ്ങാണ്ട് ദമ്മിട്ടാൽ മതി. ഈ കുടുക്കിയിലാണ് കേട്ടൊന്ന് ദമ്മിടുന്നതേ. അപ്പോൾ വെള്ളം തളിച്ചപ്പത്തിന് ഒരു ക്യാരറ്റും മുറിച്ചിട്ടീനും അരിയിട്ട് ഇപ്പോൾ ചോറ് ഊറ്റാനയക്കണം ഇവിടെ. അപ്പം എന്നാൽ ചോറും കൂടെയാണ് ഊറ്റി വെച്ചിങ്ങാണ്ട് നമുക്ക് എന്നാൽ ആ ദമ്മിട്ട് ഇടണീക്കാണ് ഇടുകരുതി. അപ്പം ഞാൻ ചോറിങ്ങനെ ഊറ്റിട്ട് കൊടുക്കുമ്പോഴത്തേന് ഇമ്മ ഇങ്ങനെ അമർത്തി വെക്കണുണ്ട് കേട്ടോ ചോറൊക്കെ. അങ്ങനെ അമർത്തി വെച്ചുങ്ങാണ്ട് അതിൽ കൂടെ പൊരിച്ചുള്ളിയും കുറച്ച് നെജ്ജൊക്കെ ഇങ്ങനെ പറന്നുങ്ങാണ്ട് ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. അപ്പം നമ്മൾ ഉസ്താമാരെ ചിലവ് അന്ന് ഞായറാഴ്ചയേനു. അപ്പം അന്നാണെങ്കിൽ എല്ലാവരും ഉണ്ടേനും. കാക്കും ഇളയച്ചനൊക്കെ ഉണ്ടേ. ഓൽക്ക് പണിയൊന്നുമില്ല. ഞായറാഴ്ച ഓൽക്ക് ഒഴിവാണ്. അപ്പോൾ ഏതായാലും ഓല ആ നേരത്ത് കളിച്ചാൻ എന്തിനൊക്കെ പൊയ്ക്കേനു. പിന്നെ ഏതായാലും ദമ്മിടാനൊക്കെ ആയപ്പത്തിന് ഓല് വന്നു. അപ്പം അതുവരെ നേക്കൂട്ടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പം ചോറ് ഊറ്റിടാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ഇതാ കാക്കൂൻ്റെ അടുത്ത് കൊടുത്തിക്കാണ്. അങ്ങനെ ചോറൂറ്റലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ എല്ലാവരും അമർത്തിങ്ങാണ്ട് പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചീന എണ്ണ ഉണ്ടല്ലോ അതിക്കാണ് പാർന്നെടുത്തുക്കണ്ടമ്മ. ഇനി കുടുക്കെടുത്തുങ്ങാണ്ട് ആ കണലത്തേക്കാണ് കയറ്റി വെച്ചാൽ മതി. നമ്മൾ അടുപ്പ് കത്തിച്ചീന കണലത്തേക്കാണ് കയറ്റി വെക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിങ്ങാണ്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കനം കയറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇതാ അവിടെ ഇട്ടേക്കാനയക്കണ്, ബാങ്ക് കൊടുക്കാനയക്കണേ. അപ്പം എന്നാൽ ദമ്മിട്ടുങ്ങാണ്ട് അങ്ങോട്ട് നിസ്കരിച്ചാൻ പോകാതെ എത്തി നിന്നതാണ്. എന്നാ പിന്നെ മൂലയിലൊക്കെ വരുമ്പത്തിന് ആ നേരം ഇശാബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊക്കിന് കുത്തിയാൽ മതിയല്ലോ ചോറ്. അപ്പോൾ വേഗം ദമ്മിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിക്ക് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ നേക്കുട്ടിക്ക് കളിപ്പിച്ചിട്ട് നേരെ അയക്കണ്. ഓളിങ്ങനെ കടക്കി കടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് അന്ന് പെരും തണുപ്പായതുകൊണ്ട് ഓൾക്ക് തണുപ്പിന് ഇടുന്ന കുപ്പായവും പാൻറ്റൊക്കെ ഇട്ടുകൊടുത്തും ചെയ്തിക്കണ്. അങ്ങനെ ഓള് ചെറിച്ച് പൊളിച്ച് കളിച്ച് ഉത്തരക്കന്നെയാണ്. ഫൈസാണെങ്കിൽ അപ്പുറത്ത് കാർട്ടൂണും കണ്ടിരിക്കണ്ടേ. ഓനക്ക് പിന്നെ ടി വിയിലാണ് കാർഡായിട്ട് അതന്നെ പണി. അങ്ങനെ ഇങ്ങനെ നിന്ന് പൈസ കയറ്റി കൊടുക്കലില്ല. കയറ്റി കൊടുത്താൽ പിന്നെ ഓൻ അതിൻ്റെ മുന്നിൽ നിന്ന് നീച്ചൂലായിരുത്തിങ്ങാണ്ടേ. ഇപ്പം പിന്നെ കാശൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കയറ്റിയതാണ്. അപ്പം നമ്മളത് നേക്കുട്ടി ഇപ്പം കവുന്നുകാണ്ട് മുട്ടുത്തി നിൽക്കലൊടത്തിക്കണ്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തതേനു ഞാനേ. മുട്ടുത്തി പോകുന്നില്ല, ഇങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ നീച്ച് ഇങ്ങനെ നിൽക്കണു. ഇതാ കണ്ടില്ലേ, ഇതേമാതിരി നിൽക്കണുള്ളൂ. പിന്നെ അങ്ങനെ ഓളെ കളിയിൽ എല്ലാതും കഴിഞ്ഞു. നിസ്കാരമൊക്കെ ഇഷാന്ന് ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ചോറ് കുത്തൽ തുടങ്ങിക്കണ്. ഇനി ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ മൂലയിൽ വരുവേ. അപ്പം പിന്നെ വേഗം ചോറാമ്പി കൊടുക്കണമല്ലോ. അപ്പം ഇങ്ങനെ പിന്നെ എല്ലാ തട്ടിലും പ്ലേറ്റിലൊക്കെ വിളമ്പി വെക്കണമല്ലോ എഴുതിങ്ങാണ്ട് വേഗം അങ്ങോട്ട് കുത്തൊരുങ്ങിക്കാണ്. അപ്പം ഉമ്മാരുടെ അടുത്ത് കോരി ഇവിടെ ഇളയച്ചൻ വാങ്ങിക്കണ്. ഇനി ഞാൻ കുത്താറിങ്ങാണ്ട് പിന്നെ ഓന് കുത്താണ്ട് ചോറ്. ഓല് രണ്ടാളും കളിക്കൊക്കെ തന്നെയായിരുന്നു. രണ്ടാളും കളിൻ്റെ ആൾക്കാർ തന്നെയാണ്. അപ്പം ഇപ്പം കുറച്ച് നേരത്തെ കൊണ്ട് വന്നിട്ട് തന്നെ ഉള്ളേ. അങ്ങനെ പിന്നെ ചോറ് കുത്തലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ഫൈസൂന് ചോറ് അമ്പിക്കാണ് കേട്ടോ. ഓനക്ക് പെട്ടെന്ന് കൊടുത്താൽ പിന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ ഇച്ച് ചോറ് കഴിച്ചാൽ എഴുതിങ്ങാണ്ട്. ഓനാണെങ്കിൽ ടി വിയും കണ്ടുകാണ്ട് തന്നെ ഉള്ളു ചോറ് കഴിച്ചേ. അപ്പോൾ ഓന് ഒറ്റക്ക് കഴിച്ചാൽ കജൂല. അപ്പം ഞാൻ വേഗം വാരിക്കൊടുക്കട്ടെ എഴുതിങ്ങാണ്ട് നേക്കുട്ടിനെ കാക്കൂൻ്റെ അടുത്ത് കൊടുത്തുങ്ങാണ്ട് ഞാൻ വേഗം വാരിക്കൊടുക്കാൻ നിൽക്കുകയാണ്. ഓനക്ക് പിന്നെ എന്ത് ചോറായിട്ടും കാര്യമില്ല. ബിരിയാണി ആണെങ്കിലും വെറും ചോറാണെങ്കിലും ഒക്കെ ഓൻ ഇങ്ങനെ തന്നെ ഉള്ളു തിന്നുക. ചില കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ ആകുമ്പോൾ വേറെ ഇഷ്ടേക്കരം, അങ്ങനെയെങ്കിലും ഓല് തിന്നു. പക്ഷെ ഇത് അങ്ങനെയും തിന്നണില്ല. അപ്പോൾ കണ്ടില്ലേ, വേണ്ട വേണ്ട നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിച്ചാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വല്ലാതെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ ഡിലീറ്റായി പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. പിന്നെ വല്ലാതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ മൂലേര് വന്നപ്പോൾ തന്നെ ഓൾക്ക് ചോറ് വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചോറ് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടിട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.